നമസ്കാരം. ഇന്ന് ചെയ്ത 2 വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു 3 വിഷയങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവ തമ്മിലൊരു ബന്ധം ഉണ്ട്. ആ ബന്ധം സൂക്ഷിക്കുന്ന ചരട് എന്ന് പറയുന്നത് ഇസ്ലാമികവൽക്കരണമാണ്. LDF, UDF മുന്നണികൾ പൂർണ്ണമായും ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഒരു രീതി SDPIയിലൂടെ LDF, ജമാഅത്തെ ഇസ്ലാമിയിലൂടെ UDF ഇപ്പോഴത്തെ ഇസ്ലാമികവൽക്കരണത്തിൻ്റെ ഒരു രൂപം ആണ്, അല്ലെങ്കിൽ പ്രതിനിധികൾ മാത്രമാണ് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവയിലൂടെ എങ്ങനെ LDFും UDFും യഥാക്രമം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ആ 2 വീഡിയോയിലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. ഇസ്ലാമികവൽക്കരണത്തിലേക്ക് പൂർണ്ണമായും കോൺഗ്രസ് നീങ്ങിയത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചും, ഒപ്പം ഇസ്ലാമിക പ്രീണനം കോൺഗ്രസ് എങ്ങനെ അവരുടെ ഒരു മുഖമുദ്രയാക്കി എന്നുള്ളതിനെക്കുറിച്ചും. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അത് ഒരു മാനം കെട്ട അവസ്ഥയിലാണ് ഇവരിപ്പോൾ ഈ ഇസ്ലാമികവൽക്കരണം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രീണനം നടത്തി ഇസ്ലാമികവൽക്കരണത്തിന് പൂർണ്ണമായും വിധേയമാകുന്നത് എന്നതാണ്. ഈ മാനം കെട്ട ഒരു അവസ്ഥയെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ LDFിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ EMSൻ്റെ ചരിത്രം പറഞ്ഞിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിലും ദയനീയമായൊരു ചരിത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ഈ ഇസ്ലാമികവൽക്കരണത്തിന് വിധേയമാകുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും നല്ല ഉദാഹരണം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ സമ്പൂർണ്ണ അടിമയായി ജീവിക്കുന്ന, സന്തോഷത്തോടു കൂടി അടിമയായി ജീവിക്കുന്ന ശ്രീ മല്ലികാർജുൻ ഖാർഗെയാണ്. അദ്ദേഹത്തിന് 80-ന് മേൽ വയസ്സുണ്ട്, വയോവൃദ്ധനാണ്. അദ്ദേഹത്തെ അപമാനിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമല്ല. പക്ഷേ ആ അപമാനം സ്വയം അദ്ദേഹം വരുത്തി വെച്ചതാണ്. ഇതിൻ്റെ പശ്ചാത്തലം, മല്ലികാർജുൻ ഖാർഗെയെ സംബന്ധിച്ചുള്ള ഒരു പശ്ചാത്തലം തുടങ്ങുന്നത് ഭാരതത്തിൻ്റെ വിഭജനകാലത്താണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഹൈദരാബാദ് സംസ്ഥാനത്തെ പൂർണ്ണമായും പാകിസ്ഥാനോട് ചേർക്കുവാൻ, പാകിസ്ഥാനിൽ ലയിപ്പിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഹൈദരാബാദിൻ്റെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന നിസാം, അദ്ദേഹത്തിൻ്റെ സൈന്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ഭീകരവാദികളായ റസാക്കേഴ്സ് എന്ന ഇസ്ലാമിക ശക്തിയിലൂടെ ശ്രമിച്ചിരുന്നു. എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഹൈദരാബാദിൽ ഒട്ടാകെ അവർ ഹിന്ദുക്കൾക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുകയും കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് 6 വയസ്സാണ്. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം, കർഷക കുടുംബമായിരുന്നു. അദ്ദേഹം 6 വയസ്സുള്ള മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തിൻ്റെ പിതാവിനൊപ്പം വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടിൻ ഷെഡ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലേക്ക് ഈ ആസ്പെറ്റോ ഷെഡ് എന്ന് പറയുന്ന പോലെ മെറ്റൽ ടിന്ന് അടിച്ച വീടുകളുണ്ട്. അത്തരത്തിലൊരു വീട്ടിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തെയും പിതാവിനെയും കൂടാതെ മാതാവും സഹോദരിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവും സഹോദരിയും ഈ വീടിനുള്ളിലായിരുന്നു. ഈ റസാക്കേഴ്സ് എന്ന ഇസ്ലാമിക ഭീകരവാദികൾ ആ വീടിന് തീയിടുകയും ആ തീയിൽപ്പെട്ട് മല്ലികാർജുൻ ഖാർഗെയുടെ അമ്മയും സഹോദരിയും മരണപ്പെടുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു തിക്താനുഭവത്തിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് മല്ലികാർജുൻ ഖാർഗെ. അതും കേവലം 6 വയസ്സുള്ളപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭയാനക സംഭവം, തൻ്റെ മാതാവും സഹോദരിയും വെന്ത് മരിക്കുന്നത്, ഇസ്ലാമിക ഭീകരവാദികൾ വീടിന് തീയിട്ടപ്പോൾ ആ തീയിൽപ്പെട്ട് വെന്ത് മരിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് മല്ലികാർജുൻ ഖാർഗെ. ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ അന്ന് രക്ഷപ്പെട്ടു. ഇസ്ലാമിക ഭീകരവാദികളുടെ കയ്യിൽ അകപ്പെടാതെ അദ്ദേഹം രക്ഷപ്പെടുകയും തുടർന്ന് കോൺഗ്രസ്സിൽ ഉയർന്നു വരികയും ഇന്ന് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായി, വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ അടിമയായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള ഒരു റബ്ബർ സ്റ്റാമ്പ് പദവി വഹിക്കുന്നു. അദ്ദേഹവും കോൺഗ്രസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ഒരു ഇസ്ലാമിക സംഘടനയുമായി, പരിപൂർണമായി ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ഒരു സംഘടനയുമായി, അല്ലെങ്കിൽ ഇസ്ലാമിക ആശയങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമായുള്ള സഖ്യം ഞാൻ പറഞ്ഞു. ഭാരതത്തിലുടനീളവും അവർ അനുവർത്തിച്ചു വരുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ കൈക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ മനോഭാവം, അവരുടെ ഒരു രാഷ്ട്രീയ സംഹിത തന്നെ ഇസ്ലാമിക പ്രീണനമാണ്. വെറുതെ പറയുന്നതല്ല. രേവന്ത് റെഡ്ഡി, തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുവാൻ സാധിക്കും. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. മുസ്ലിങ്ങളാണ് കോൺഗ്രസ് ആണ് മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിലനിൽക്കുന്നത്. അതായത് ഇസ്ലാമികവൽക്കരണം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനുള്ളിൽ എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. മല്ലികാർജുൻ ഖാർഗെ പോലുള്ളവർ
കർണാടകയിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് മസ്ജിദുകളുടെയൊക്കെ മുൻപിൽ നിന്ന് നടത്തുന്ന പ്രസംഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ അടിമകളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, മറ്റവരെ തോൽപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കണം, ദയവേത് ഞങ്ങൾക്ക് വോട്ട് തരണം, കാല് പിടിച്ച് കെഞ്ചി കേണ്. കാരണം കർണാടകയിൽ പൂർണ്ണമായിട്ടും ഭാഷയുടെ പശ്ചാത്തലത്തിലൊരു വേർതിരിവുണ്ടാക്കുവാൻ, ഹിന്ദി വേണ്ട എന്നുള്ളൊരു എതിർപ്പുണ്ടാക്കുവാൻ കോൺഗ്രസ് സജീവമായി ശ്രമിക്കുമ്പോൾ പോലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ ഉറുദുവിലും ഹിന്ദിയിലും മാത്രമേ മല്ലികാർജ്ജുൻ ഖാർഗെയും അദ്ദേഹത്തിൻ്റെ മകൻ പ്രിയാങ്ക് ഖാർഗെയും ഒക്കെ സംസാരിക്കാറുള്ളൂ, കോൺഗ്രസ് നേതാക്കളും സംസാരിക്കാറുള്ളൂ. അവിടെ വരുമ്പോൾ കന്നഡ സംസാരിക്കണമെന്നുള്ളൊരു വാശി അവർക്കില്ല. ഇത്തരത്തിലുള്ള വാശികളെല്ലാം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ധ്രുവീകരണം സൃഷ്ടിക്കുവാൻ വേണ്ടി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെല്ലാം തന്നെ അവർ ഛർദ്ദിച്ച ഈ വിഷത്തെ വാരി വിഴുങ്ങി പഞ്ചപുച്ഛമടക്കി അവിടെ ചെല്ലുമ്പോൾ ഉറുദുവെങ്കിൽ ഉറുദു, വേണമെങ്കിൽ ഞങ്ങൾ അറബിയോ പാർസിയോ പേർഷ്യൻ ഭാഷയോ എന്ത് വേണമെങ്കിലും പഠിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ കെഞ്ചാം, കേഴാം, തറയിൽ വീണുരുളാം, കാല് പിടിക്കാം, വോട്ട് തരണം എന്നുള്ള രീതിയിൽ പൂർണ്ണമായും ഇത്തരം ഇസ്ലാമിക ശക്തികൾക്ക് കീഴടങ്ങി. ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഉൾപ്പെടെ ജിഹാദ് നടപ്പാക്കിയ ഒരു ഭരണാധികാരിയായിരുന്ന ടിപ്പുവിനെ ഒരു സംസ്ഥാന വീരനാക്കി ഉയർത്തി ഇസ്ലാമിക പ്രീണനം നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് അധപ്പതിച്ചിരിക്കുന്നത് ആരാണ്? ഇസ്ലാമിക ഭീകരവാദികളാൽ സ്വന്തം അമ്മയും പെങ്ങളും ചുട്ടുകൊല്ലപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന 6 വയസ്സുകാരനായ ബാലനായിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ നയിക്കുന്നു എന്ന് നയിക്കുന്നത് വ്യാജഗാന്ധി കുടുംബമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ തലപ്പത്തിരിക്കുന്ന കോൺഗ്രസ്. EMSൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞിരുന്നു. EMSന് നേരെ 1921 ജിഹാദികൾ EMSൻ്റെ കുടുംബത്തിന് നേരെ ആക്രമണം നടത്തിയപ്പോൾ ജീവനും കൊണ്ട് ഓടേണ്ടി വന്ന കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലമുള്ള EMS പിൽക്കാലത്ത് ആ ഹിന്ദു വംശഹത്യയെ കാർഷിക വിപ്ലവമായി വാഴ്ത്തിയിരുന്നു. അത്തരത്തിലൊരു ഗതികേട് EMSനുണ്ടായിരുന്നു. അതിലും ഗതികെട്ടൊരവസ്ഥയിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസും ഇപ്പോൾ എന്നുള്ളത് പറയാതെ വയ്യ. അതിലും ഗതികെട്ടവന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ആട് 2-ൽ ജയസൂര്യ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നാണ് പെട്ടെന്ന് വരുന്ന ഉത്തരം. പക്ഷേ അതിലും ഗതികെട്ടവരുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ ചരിത്രമെല്ലാം പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയണം, അതിലും ഗതികെട്ടവരുള്ളത് ഈ ടിപ്പു സുൽത്താൻ്റെ കാര്യം പറഞ്ഞല്ലോ. ടിപ്പു സുൽത്താൻ മലബാറിലേക്ക് ജിഹാദ് നടത്തിയപ്പോൾ ആട് 3-ലൊരു ഡയലോഗുണ്ട്. അറക്കിൽ അബുവിൻ്റെ പൂർവ്വജന്മം പറയുന്നത് എന്തുവായിരുന്നു? തല പോകുന്നതിലും നല്ലതല്ലേ രാജൻ ഒരല്പം ചർമ്മം പോകുന്നത് എന്നുള്ള രീതിയിൽ മതപരിവർത്തനം നടത്തിയ ആളുകളുടെ പിൻഗാമികളുണ്ട്. അവരിന്ന് ടിപ്പുവിനെ മലപ്പുറത്തിൻ്റെ രാഷ്ട്രവാപ്പയാക്കണം എന്നുള്ള ആവശ്യവുമായി നടക്കുകയാണ്. അതിലും ഗതികെട്ട ആരുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്തൊരു മാനക്കേടാണെന്ന് ആലോചിച്ച് നോക്കൂ. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മാനക്കേടും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മാനക്കേടും ഒക്കെ ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിസ്സാരമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തിരിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയിലേക്കും കോൺഗ്രസിലേക്കും വരാം. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വ്യക്തിപരമായിട്ടുള്ളൊരു പശ്ചാത്തലം ഞാൻ പറഞ്ഞു. ഇനി ഈ ഇസ്ലാമികവൽക്കരണത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു വിശാലമായൊരു പശ്ചാത്തലമുണ്ട്. അത് തുടങ്ങുന്നത് നെഹ്റുവിൻ്റെ കാലത്ത് നിന്നാണ്. കാരണം നെഹ്റുവിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് തന്നെ ഒരു ചരിത്രം, ആ ചരിത്രത്തെ സംബന്ധിച്ചൊരു തർക്കം ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് സർക്കാരുകൾ 70ഓളം വർഷങ്ങൾ അല്ലെങ്കിൽ 60 വർഷങ്ങളോളം ഭരിച്ചതുകൊണ്ട് മാത്രം പൊതുമണ്ഡലത്തിൽ ഇതിനു മുൻപ് പരസ്യമായി ചർച്ച ചെയ്യപ്പെടാതിരുന്നൊരു ചരിത്രമാണത്. നെഹ്റു എന്നൊരു സമൂഹം കശ്മീരിലില്ല. നെഹ്റു എന്നുള്ളത് ഒരു കനാലിൻ്റെ തീരത്ത് താമസിക്കുന്നവരെന്ന് മാത്രമാണ് ആ വാക്കിനർത്ഥം. അങ്ങനൊരു സർനെയിം സത്യത്തിൽ രാജ്യത്തെവിടെയും നിലവിലില്ല. മോത്തിലാൽ നെഹ്റുവിൻ്റെ കാലത്ത് വരെ പറയപ്പെടുന്നത് ശിപായി ലഹളയുടെ കാലത്ത് ഡൽഹിയിൽ നിന്ന് ഈ ഇസ്ലാമിക ശക്തികളെ ബ്രിട്ടീഷുകാർ തിരഞ്ഞു പിടിച്ച് വധിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുറപ്പെട്ടു പോയ ഒരു മുസ്ലിം കുടുംബമാണ് കശ്മീരിലെത്തി പേരും മതവും എല്ലാം മാറ്റി നെഹ്റു കുടുംബമായ എന്നുള്ളതാണ്. ഇത് ആരോപണമാണ്, ചരിത്രം തെളിയിക്കപ്പെട്ടൊരു ചരിത്രമല്ല. ചരിത്രകാരന്മാർ പക്ഷേ അതിനെ സാധൂകരിക്കുന്ന പല വസ്തുതകളും നമ്മുടെ മുമ്പിൽ നിർത്തുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം പിൽക്കാലത്ത് ഷെയ്ഖ് അബ്ദുള്ളയെ പോലെ ഉള്ളവരുമായിട്ടും ഫറൂഖ് അബ്ദുള്ളയുമായിട്ടുമൊക്കെ ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഒരു അഗാധമായ ബന്ധം വന്നതുപോലും ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നാണ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നാണ് കോൺഗ്രസിനെ പൂർണ്ണമായും ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ള നെഹ്റുവിയൻ സിദ്ധാന്തം വരുന്നത്. അതിനു മുൻപ് തന്നെ മഹാത്മാഗാന്ധി അത്
തുടക്കം കുറിച്ചിരുന്നു. അതിൻ്റെ തുടക്കം കുറിക്കുന്നത് 1921 മലബാർ വംശഹത്യയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ്. ഭാരതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തുർക്കി സുൽത്താനെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയപ്പോൾ അതിൻ്റെ പേരിലൂടെ ഖിലാഫത്ത് എന്നൊരു പ്രസ്ഥാനമുണ്ടാക്കി അലി സഹോദരന്മാർ മുന്നോട്ടിറങ്ങിയപ്പോൾ അതിനെ പിന്തുണച്ച് മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരവുമായി അടുപ്പിക്കണം, അതിൻ്റെ ആവശ്യകത മുൻനിർത്തി ഖിലാഫത്തിനെ പൂർണ്ണ മനസ്സോടെ പിന്തുണച്ച ഗാന്ധി തുടങ്ങി വെച്ചതാണ് ഈ പ്രീണനം. കോൺഗ്രസിൻ്റെ ഗാന്ധിയൻ ഇസ്ലാമിക പ്രീണന സിദ്ധാന്തം. നെഹ്റുവിയൻ ഇസ്ലാമിക പ്രീണനവും ഗാന്ധിയൻ ഇസ്ലാമിക പ്രീണനവും ചേർന്നപ്പോൾ കോൺഗ്രസിയൻ ഇസ്ലാമിക പ്രീണനമായി പരിണമിച്ച് അത് തുടർന്നു പോയി. അതിലേക്ക് വരാം. ഇനി ഗാന്ധിയുടെ കാലത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഗാന്ധിയുടെ ഈ ഒരു ആശയം തന്നെ എത്രത്തോളം കൗതുകകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തോട് കൂടുതൽ അടുപ്പിക്കണം എന്നുള്ളൊരു ആശയം മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ ആഗ്രഹം മുൻനിർത്തിയാണ് ഈ ഖിലാഫത്ത് എന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ ഗാന്ധി പിന്തുണച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? 1921 മുൻപ് തീവ്ര ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്ന ഒരു മുസ്ലിം പോലും സ്വാതന്ത്ര്യ സമരത്തിൽ ആത്മാർത്ഥമായി പങ്കെടുത്തിരുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഉണ്ടായിരുന്നു ആളുകൾ 1920 മുൻപ് വരെ ഒട്ടും ഇസ്ലാമികവൽക്കരിക്കപ്പെടാത്ത മനസ്സുമായി മുഹമ്മദ് അലി ജിന്നയെ പോലുള്ളവർ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അവരെ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഉയർച്ചയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒതുക്കുകയും നിഷ്കാസിതരാക്കുകയും ചെയ്തു. ജിന്ന ലണ്ടനിലേക്ക് പലായനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഓടിച്ചു വിട്ടു എന്നുള്ളതല്ല, മടുത്ത് രാജ്യം വിട്ടുപോയി, ഭാരതം വിട്ടുപോയി. പിന്നീട് ഈ ഖിലാഫത്തിൻ്റെ സമയത്തേക്കാണ്, ഖിലാഫത്തിനെ ഗാന്ധിജി പിന്തുണയ്ക്കുന്ന സമയത്താണ് ജിന്ന സജീവ രാഷ്ട്രീയത്തിലേക്ക് ഭാരതത്തിൽ തിരികെ എത്തുന്നത്. അന്നേ ജിന്ന പറഞ്ഞിരുന്നു, ഈ ഖിലാഫത്തിനെ പിന്തുണയ്ക്കുന്നത് ആത്യന്തികമായി ഭാരതത്തിന് അപകടകരമായൊരു പ്രവൃത്തിയായിരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഗാന്ധിക്ക് ജിന്ന നൽകിയിരുന്നു. പക്ഷേ ഗാന്ധി അതിന് വഴങ്ങിയില്ല. അതുകൊണ്ടുണ്ടായൊരു പരിവർത്തനം ഏറ്റവും ഭയാനകമായ രീതിയിൽ ഉണ്ടായത് ജിന്നയിലാണ്. ഒരുപാട് പരിവർത്തനങ്ങളുണ്ടായി. ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു മാനസിക പരിവർത്തനം ജിന്നയിലുണ്ടായി. ജിന്ന വളരെ ബുദ്ധിപൂർവ്വം ഈ സംഭവങ്ങളെല്ലാം, മലബാറിൽ ഇറങ്ങിയേറിയ ഹിന്ദു വംശഹത്യ, ഗാന്ധിയുടെ ഒരു പിന്തുണ, ഇസ്ലാമിക ഏകീകരണം, ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ച ജിന്ന ഒരു രാത്രി കൊണ്ട് പൂർണ്ണമായും ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട മനസ്സുമായി ഭാരതീയ രാഷ്ട്രീയത്തിലേക്ക് പുനഃപ്രവേശം ചെയ്തു. ആ പുനഃപ്രവേശനത്തിൻ്റെ തിക്തഫലമായിരുന്നു ഭാരതത്തിൻ്റെ വിഭജനം, പാകിസ്ഥാൻ്റെ ജനനം. ഇനി ഗാന്ധിയൻ ഇസ്ലാമിക പ്രീണനത്തിൻ്റെ സിദ്ധാന്തവും നെഹ്റുവിയൻ ഇസ്ലാമിക പ്രീണനത്തിൻ്റെ സിദ്ധാന്തവും കൂടിക്കലർന്ന് കോൺഗ്രസിൻ്റെ പ്രീണന സിദ്ധാന്തമായി മുന്നോട്ട് പോയി. അതിൻ്റെ പരിണാമഫലമായിരുന്നു നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ ഭാരതത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി അബ്ദുൽ കലാം ആസാദിനെ നിയമിച്ചത്. അബ്ദുൽ കലാം ആസാദ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, പരസ്യമായി ഭാരതത്തിലേക്ക്, ഭാരത സമൂഹത്തിൻ്റെ ഇടയിലേക്ക് സംസ്കാരം കൊണ്ടുവന്നത് മുഗളന്മാരാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്ന പൂർണ്ണമായ ഒരു മതവിശ്വാസിയായിരുന്നു അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നൂറുൽ ഹസനാണ് ഭാരതത്തിലെ ഒട്ടുമിക്ക പ്രസിദ്ധമായ സർവകലാശാലകളെയെല്ലാം ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയ്ക്ക് അടിയറ വെച്ചത് ഇന്ദിരാഗാന്ധിയുടെ ആവശ്യപ്രകാരം. കാരണം RSSൻ്റെ ഒരു സാംസ്കാരിക മുന്നേറ്റത്തെ പ്രതിരോധിക്കുവാൻ ഭാരതത്തിൻ്റെ ചരിത്രത്തെ വളച്ചൊടിച്ച് ചരിത്ര അപനിർമ്മിതി നടത്തി ഭാരതീയ സംസ്കാരത്തിൽ ലജ്ജാലുക്കളായ ഒരു അപമാനം തോന്നുന്നൊരു തലമുറയെ വാർത്തെടുക്കേണ്ടത് ഇന്ദിരയുടെയും കൂടി ആവശ്യമായിരുന്നു. RSSനെ പ്രതിരോധിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ളൊരു ലക്ഷ്യമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഈ ഒരു ചരിത്ര അപനിർമ്മിതി. അതിന് പ്രാപ്തരായിട്ടുള്ള എഴുത്തും വായനയും അറിയാവുന്നതെന്ന് പച്ച മലയാളത്തിൽ പറയാം ആളുകളൊന്നും കോൺഗ്രസ്സിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയ്ക്ക് സർവകലാശാലകൾ അടിയറ വയ്ക്കുവാനുള്ള നൂറുൽ ഹസൻ്റെ നയത്തെ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ നയത്തെ നടപ്പാക്കിയത് നൂറുൽ ഹസനാണ്. നൂറുൽ ഹസന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. ഈ ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയെ ഒന്ന് പരിശോധിച്ചാൽ, ഇടത് ജിഹാദി വ്യവസ്ഥയിൽ നിന്ന് റൊമീല താപ്പർ, ഇർഫാൻ ഹബീബിനെ പോലുള്ളവർ ഉയർന്നു വന്നു. ഇടതുപക്ഷത്ത് ബുദ്ധിജീവികളെ അവർ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു ഇസ്ലാമിക ഭീകരവാദികൾ എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ഈ ആവാസ വ്യവസ്ഥയിലേക്ക് കൃത്യമായ സംഭാവനകൾ നൽകുവാൻ പോകുന്ന തരത്തിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആണെങ്കിലും ജാമിയ മില്ലിയ ആണെങ്കിലും നേരത്തെ തന്നെ ഇവർ സ്ഥാപിച്ച് തയ്യാറാക്കി നിർത്തിയിരുന്നു. അവിടെയുള്ള ബുദ്ധിജീവികൾ എന്ന
മുഖം മൂടി അണിഞ്ഞ ഇസ്ലാമിസ്റ്റുകളെ. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മറ്റാരുമല്ല, ഈ ഖിലാഫത്ത് എന്ന ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളായ അലി സഹോദരന്മാർ തന്നെയാണ്. അപ്പോൾ ഈ പശ്ചാത്തലങ്ങൾ തമ്മിൽ, ഈ സംഭവങ്ങളെല്ലാം തമ്മിലുള്ളൊരു പരസ്പര ബന്ധം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുള്ള ഏക വ്യക്തികൾ അല്ലെങ്കിൽ ഏക ശക്തി ഇസ്ലാമിക ശക്തികളാണ്. മറ്റുള്ളവരെല്ലാം അവർക്ക് പ്രയോജനമുള്ള വിഡ്ഢികളായി പ്രവർത്തിക്കുക മാത്രമായിരുന്നു, അവരുടെ കൈകളിലെ ഉപകരണങ്ങളായി മാത്രം പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ അതവർ തിരിച്ചറിഞ്ഞോ അറിയാതെയോ അതിനവർ വഴങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് സത്യം. അതായത് കോൺഗ്രസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നിന്ന് കാലാനുസൃതമായുള്ള പുരോഗമനം ഈ പരിവർത്തനത്തിലുണ്ടായി. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, മാനം കെട്ടാണെങ്കിലും കാല് തിരുമി എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അല്പസ്വല്പം അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ നുണഞ്ഞ് ഞങ്ങൾ ജീവിച്ചുകൊള്ളാം എന്ന് ഇസ്ലാമിക ശക്തികളുടെ കാൽക്കൽ അടിയറ പറഞ്ഞു കിടക്കുന്ന കോൺഗ്രസിൻ്റെ ചരിത്രം ഇതാണ്. വ്യക്തിപരമായി കോൺഗ്രസ് പ്രസിഡൻ്റായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും. ഈ ചരിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റുകളിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും പറയുന്നു, മറക്കണ്ട, നാളെയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. വോട്ടവകാശം വിനിയോഗിക്കുവാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.